ഒരു മഴയത്തൊരു ബൈക്ക് റൈഡിങ്ങിന് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? ബൈക്ക് റൈഡിങ്ങും ഒപ്പം ഫുഡടിയും, അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അതിനായിട്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാറിലുള്ള യാത്രേനേക്കായൊക്കെ എനിക്കിഷ്ടം ബൈക്കിൽ പോകുന്നതാണ്. അപ്പോൾ ബൈക്കാണെങ്കിൽ എനിക്കെന്തോ നല്ലൊരു ഇഷ്ടമാണ് ബൈക്കിൽ യാത്ര ചെയ്യണത്, അതും നൈറ്റ്. രാത്രിയിൽ പോകണമെന്നാണ് സൂപ്പർ. മഴയും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട. അപ്പോൾ ഞങ്ങൾ ആലുവ ആ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഏതോ ഒരു കട കണ്ടിട്ടുണ്ട്, അപ്പോൾ അവിടെ കയറാമെന്ന് പറഞ്ഞാണ് ഈ പോണത്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ, നല്ല മഴ പെയ്തുകൊണ്ടിരിക്കണു. പിന്നെ ഞങ്ങൾ രണ്ടിനും കോട്ടൊക്കെ ഇട്ടേക്കാണ്. നല്ല മഴയാണെന്ന് പറഞ്ഞാൽ നല്ല മഴയാണ് കേട്ടോ. അതാണ് വീഡിയോ എടുക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ മുട്ട എത്തിയിട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞിരിക്കുക, നല്ല അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. ഞാൻ ആ പില്ലർ നമ്പർ കാണിക്കാം, ഇതാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്താണ് ഈ കട വന്നേക്കുന്നത്. പാതിരാപ്പുട്ട് എന്നാണ് കടയുടെ പേര്. അങ്ങനെ നമുക്ക് കടയുടെ അകത്തേക്കൊന്ന് കയറാം. ഒരു വലിയ കടയൊന്നും അല്ല, അങ്ങനെ ആരും വിചാരിക്കരുത് കേട്ടോ. ഇത് ഭയങ്കര വലിയ കടയൊന്നും അല്ല, ഒരു കുഞ്ഞു കടയാണ് കേട്ടോ. ഈ കടയുടെ പേര് തന്നെ പാതിരാപ്പുട്ട് എന്നല്ലേ. അപ്പോൾ പുട്ടിൻ്റെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൽ പോണ ആരാണെങ്കിലും ഒന്ന് കയറി നോക്കണം. നല്ല അടിപൊളി പുട്ടിൻ്റെ ഐറ്റംസ് ഉണ്ട്. പിന്നെ നെയ്ച്ചോറ്, ബീഫ് സാറ്റർഡേയ്സ് മാത്രമാണ് കേട്ടുള്ളൂ. അപ്പോൾ ഇത് ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കമൻറ്റൊക്കെ ചെയ്തിടാം കേട്ടോ. അതിനൊക്കെയുള്ള എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ട്. അപ്പം ഞങ്ങൾ എന്ത് കഴിക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നെയ്ച്ചോറും ബീഫും ഉണ്ട്, അത് സാറ്റർഡേയ്സ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഇക്കാക്ക് നെയ്ച്ചോറും ബീഫുമാണ് ഇഷ്ടം. അപ്പോൾ പുള്ളി അത് പറഞ്ഞു. ഞങ്ങൾ വന്നിരുന്നു ഇപ്പോൾ തന്നെ ടീ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അതിൽ എന്തൊക്കെയോ ഇല ഇട്ടിട്ടുണ്ട്, മല്ലിയിലോ പുതിനയിലോ എന്തൊക്കെയോ ഇല. അപ്പോൾ എന്തായാലും നല്ലതാണ് സംഭവം, ഞാൻ കുടിച്ചു നോക്കി. അപ്പോൾ നെയ്ച്ചോറും ബീഫുമാണ് ഇക്കാക്ക പറഞ്ഞത്. ഞാൻ പറഞ്ഞത് പുട്ടിൻ്റെ ഏതെങ്കിലും പറയാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പുട്ടിൻ്റെ ഒരു ഐറ്റം പറഞ്ഞത്. അപ്പോൾ നെയ്ച്ചോറ് വന്നിട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഇതേപ്പോൾ രണ്ടാമത്തെ ടീ ആണ് വന്നത്. ആദ്യം ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും അടുത്ത ടീ വന്നു. ഇത് ഈ കടയുടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. നമ്മൾ പോണ വരെയും ടീ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നെയ്ച്ചോറ് കണ്ടിട്ട് എനിക്ക് നല്ല കൊതിയാവുന്നുണ്ട് കേട്ടോ. ചിക്കൻ ഫ്രൈ ഉണ്ട്, നല്ല സൂപ്പറാണ്. അപ്പോൾ എൻ്റെ പുട്ട് വന്നിട്ടോ. ഒരു കുറ്റി പുട്ടാണ് വന്നേക്കുന്നത്, കണ്ടില്ലേ? അത് ബീട്രൂട്ടിൻ്റെ ക്യാരറ്റ് അങ്ങനെയുള്ള 3 ഐറ്റമാണ്. ബീട്രൂട്ട് പുട്ട്, ക്യാരറ്റ് പുട്ട്, പിന്നെ സാദാ പുട്ട്, അങ്ങനെയുള്ള ഒരു കുറ്റി പുട്ടാണ് വന്നേക്കുന്നത്. ഇത് ഞാൻ അകത്താക്കും, എന്തായാലും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അകത്താക്കാനായിട്ട്. അപ്പോൾ എൻ്റെ ബീഫ് ഫ്രൈ വന്നിട്ടില്ല. അപ്പോൾ നെയ്ച്ചോറിനുള്ള സാലഡ്, പരിപ്പ് കറി, അതൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ബീഫ് ഫ്രൈ വന്നു. ഞാൻ ബീഫ് ഫ്രൈ കൂട്ടി ഒരു പിടി പിടിക്കട്ടെ. ഇത് പുട്ടിന് നല്ല ചൂടാണ്ട്. അപ്പോൾ ഇത് കണ്ട ആവി പറന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കിക്കഴിഞ്ഞാൽ കാണാതെ ആവി ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളിയാണെന്ന് പറയാം, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ കടകളിലൊക്കെ കയറാണെങ്കിൽ നല്ല സൂപ്പറാണ്. നമ്മൾ ഈ വലിയ ഹോട്ടലുകളൊക്കെ കയറണേക്കായുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കടയിൽ കയറണം. അപ്പോൾ ഈ ഒരു കുറ്റി പുട്ടായതുകൊണ്ട് എനിക്ക് ഇറങ്ങണില്ല എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഞാനിങ്ങനെ ഉരുട്ടിയും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്ത് ചെയ്തിട്ട് അങ്ങോട്ട് ഇറങ്ങണില്ല. ഞാനൊരു പ്രകാരം അത് അങ്ങോട്ട് ഇറക്കി. അപ്പോഴേക്കും അടുത്ത ചായ വന്നു കേട്ടോ, 3ാമത്തെയാണിത്. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വരെയും ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് ഈ കടയുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകതയാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നമ്മൾ പറയേണ്ട, അതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഫുഡടി എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കമൻറ്റ് എഴുതണമല്ലോ. അപ്പോൾ ഞാൻ എന്തെഴുതണമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ എന്തെങ്കിലും എഴുതാം എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ഒരു കമൻറ്റാണ് എഴുതിയത്. അടിപൊളിക്ക് പകരം അടിപൊളി നെയ്ച്ചോറ്, ബീഫ്, പുട്ട്, അങ്ങനെയുള്ളൊരു കമൻറ്റാണ് കൊടുത്തത്. എന്തോ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്. എങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കമൻറ്റുകളൊക്കെ എഴുതാം കേട്ടോ. അപ്പോൾ ആരും മറക്കരുത്, ഞാൻ പില്ലർ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആലുവ മുട്ടം ആ ഭാഗത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ എന്നും ഇവിടെ ഒന്ന് കയറി നോക്കണം. ഒരു പ്രാവശ്യം കയറിക്കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വരും. അതാണ് ഈ കടയുടെ പ്രത്യേകത. അപ്പോൾ പുട്ടിൻ്റെ ഐറ്റംസൊക്കെ ഇഷ്ടമുള്ളവർക്ക് കയറാൻ പറ്റിയൊരു കടയാണ് കേട്ടോ. പിന്നെ ഈ നെയ്ച്ചോറും ബീഫും സാറ്റർഡേയ്സ് മാത്രമാണ് ഉള്ളത്, എല്ലാ ദിവസവും ഇല്ല. അപ്പോൾ ആലുവ മുട്ടം ഭാഗത്തേക്ക് പോകുന്ന ആരാണെങ്കിലും ഇത് മിസ് ചെയ്യാതെ ഇവിടുന്ന് കയറി നോക്കണേ, എങ്ങനെയുണ്ടെന്ന് അറിയാലോ. അപ്പോൾ ഞങ്ങൾ ഫുഡടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും ഓക്കെ, ബായ്.